ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് 23 Jan 2025. ഇന്ന് പൊതുവേ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റാണ് മാർക്കറ്റ് നടന്നത്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,205, 50 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിഫ്റ്റി ബാങ്ക് 48,589 ക്ലോസ് ചെയ്തപ്പോൾ 135% കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 54,099 ക്ലോസ് ചെയ്തപ്പോൾ 985 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 192 പോയിൻറ്റ് ഗെയിൻ കിട്ടിയപ്പോൾ 17,365 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 16.69 സെൻസെക്സ് 76,520 ക്ലോസ് ചെയ്തപ്പോൾ 115 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. ലൂസേഴ്സ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാസിംകോ 6.67% ഗെയിൻ ഉണ്ടായി. ഗ്രാസിം 2.96%, വിപ്രോ 2.78%, ശ്രീറാം ഫിനാൻസ് 2.38%, സൺഫാർമ 2.23%, M&M 2.21%, ഏഷ്യർ മോട്ടോഴ്സ് 2.02%. ട്രെൻഡ് എന്ന് കുറച്ച് നാളത്തെ ഇടിവിന് ശേഷം 1.95% റാലി നടത്തി. കോൾ ഇന്ത്യ 1.82%, ടാറ്റ കൺസ്യൂമർ 1.61% റാലി ഇന്ന് നടത്തി. ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കോട്ടക് ബാങ്ക് ഇന്ന് 1.28% കുറവാണ് ഉണ്ടായത്. SCL ടെക് 1.14%, റിലയൻസ് 0.96%, SBI 0.96%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.73%, ബജാജ് ഓട്ടോ 0.70%, SBI ലൈഫ് 0.60%, നെസ്ലെ ഇന്ത്യ 0.53%, L&T 0.38% ആൻഡ് TCS 0.21% കുറവാണെന്ന് വന്നത്. ഈ മാസത്തെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,205 ക്ലോസ് ചെയ്തപ്പോൾ 2.26% കുറവാണ്, ലോസിലാണ് നിൽക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കാം. മൺഡേ 23,334, ട്യൂസ്ഡേ 23,024, വെനസ്ഡേ 23,155 ആൻഡ് തേഴ്സ്ഡേ ഇന്ന് 23,205 ക്ലോസ് ചെയ്തു. ഇന്നത്തെ കമ്പനികളുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 1,575 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,236 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ 780 കമ്പനീസ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നുള്ളൂ. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, ഈ 3 സെക്ടർ വെച്ച് ബാക്കിയെല്ലാം ഗ്രീനിൽ ക്ലോസ് ചെയ്തു. മറ്റുള്ള സെക്ടേഴ്സ് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ. നിഫ്റ്റി ഓട്ടോ എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,518, നിഫ്റ്റി IT 43,351, 761 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്കിന് 6238 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻ്റ് ലോസ് ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 22,625 ക്ലോസ് ചെയ്തപ്പോൾ 25 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 308 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 22,343 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,781 ക്ലോസ് ചെയ്തപ്പോൾ 185 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 45 പോയിൻ്റ് ഉയർന്നപ്പോൾ 8515 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 873 ക്ലോസ് ചെയ്തപ്പോൾ 8 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1687 ക്ലോസ് ചെയ്തപ്പോൾ 24 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 33,866 ക്ലോസ് ചെയ്തപ്പോൾ 61 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 29 പോയിൻ്റ് നിന്ന് 8314 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 14,293 ക്ലോസ് ചെയ്തപ്പോൾ 180 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 10,702 പോയിൻറ്റിൽ ക്ലോസ് ചെയ്തപ്പോൾ 55 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 20 മാക്രോൺസ് ഇയർ ടു ഇയർ 9% പ്രോഫിറ്റ് കാണിച്ചു. ആസ്ട്രേലിയ ഹെൽത്ത് സൊല്യൂഷൻ 7% പ്രോഫിറ്റ്. ഓൾഡിജി ടെക് 73% നല്ലൊരു പ്രോഫിറ്റാണ് കാണിച്ചത്. BPCL 37% പ്രോഫിറ്റ് കാണിച്ചു. സിഗ്നിറ്റി ടെക് 21% ഗെയിൻ ഉണ്ടായി. E2E നെറ്റ്വർക്ക്സ് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് 120% ഉയർന്നു. ഗോ ഡിജിറ്റ് 183% ഉയർന്നു. ഗ്രാവിറ്റ 28% ഉയർന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 19% ഉയർന്നു. ലക്ഷ്മി ഓർഗാനിക്സ് 8% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിച്ചു. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ഇന്ന് നല്ലൊരു റാലിയാണ് മാർക്കറ്റ് നടത്തിയത്. 30% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിന് ഗെയിൻ ഉണ്ടായി. പീഡിലൈറ്റ് ഇൻഡസ്ട്രീസ് 9% ഗെയിൻ ഉണ്ടായി. ആൻഡ് ഉജ്ജീവൻ എനർജി 93%, ഉജാസ് എനർജി 93% ഗെയിൻ ഉണ്ടായി. ഇനി നാളെ വരാൻ പോകുന്ന
Q3 റിസൾട്ടുള്ള കമ്പനിയുടെ പേരുകളാണ്, ഡീറ്റെയിൽസും കാണാം. ആന്ധ്ര സിമൻസ്, അഡോർ വെൽഡിംഗ്, അഗ്രിടെക്, ആക്ലിൻ അമൈൻസ്, അതുൽ ലിമിറ്റഡ്, AU സ്മോൾ ഫിനാൻസ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരത് ഗ്യാസ്, ആദിത്യ ബിർല, BEML, സെൻട്രം, ക്രെഡിറ്റ് ആക്സസ്, സൈബർ ടെക്, ഡാം ക്യാപിറ്റൽ, ഗോദ്രേജ് കൺസ്യൂമർ, ഗ്രാനുൽസ് ഇന്ത്യ, ഓറിയൻ ഗ്രീൻ പവർ, ഇൻ്റലക്ട് ഡിസൈൻ, JSW സ്റ്റീൽ, ലോറസ് ലാബ്സ്, LMW ലിമിറ്റഡ്, NIIT ലിമിറ്റഡ്, ഒമാക്സ് ഓട്ടോസ്, പോണ്ടി ഓക്സൈഡ്സ്, സാഗർ സിമൻസ്, ശക്തി പമ്പ്സ്, ശ്രീ ദിഗ്വിജയ് സിമൻസ്, സോളർ ആക്റ്റീവ്, ടോറൻ ഫാർമസ്യൂട്ടിക്കൽസ്, ട്രിഡൻ ലിമിറ്റഡ്, TTK ഹെൽത്ത് കെയർ, അഗ്രോ ക്യാപിറ്റൽ ആൻഡ് ജിൻഡൽസോ എന്നിവയുടെ റിസൾട്ടാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ ഫ്രം USA നാളെ വരുന്നുണ്ട്. ഹോം സെയിൽസ് ഡാറ്റ ഫ്രം USA നാളെ വരുന്നുണ്ട്. S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ ഇന്ത്യയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. USD ഫോറസ്റ്റ് റിസർവ് ഡാറ്റ ഇന്ത്യയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. അഗെയിൻ താങ്ക് യു.